ഓം സുഷുമ്ന. എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്ന ക്രിയായോഗികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ നവരാത്രി ദിനാശംസകൾ. വർഷത്തിലെ ഏറ്റവും ശുഭകരമായ സമയത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ദിവ്യശക്തിയാൽ നിറഞ്ഞതും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഈ സമൃദ്ധമായ ഊർജപ്രവാഹത്തിന് കൂടുതൽ സ്വീകാര്യമാകുന്നതുമായ ഒരു പുണ്യകാലഘട്ടമാണിത്. നിങ്ങളുടെ സാധന സ്വാഭാവികമായി ആഴത്തിലാകുകയും നിങ്ങളുടെ ആത്മീയ പരിശീലനം വികസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണിത്. നവരാത്രിയുടെ ഈ വെള്ളിയാഴ്ച ദിവസം ശൈലപുത്രിയായി പ്രത്യക്ഷപ്പെടുന്ന ദിവ്യമാതാവ് പർവ്വത രാജാവിൻ്റെ മകളായ പാർവതി ദേവിയാണ്. ശിവനോടൊപ്പമുള്ള ആത്മീയ പൂർണ്ണത അനുഭവിക്കാൻ ദേവി പാർവതിയുടെ രൂപത്തിൽ തീവ്രമായ സാധനയിലൂടെ കടന്നുപോയി. നമ്മുടെ സ്വന്തം ക്രിയായോഗ പാരമ്പര്യമനുസരിച്ച് ക്രിയയുടെ പരമരഹസ്യം ആദ്യം ഭഗവാൻ ശിവൻ പാർവതീദേവിക്ക് വെളിപ്പെടുത്തി കൊടുത്തതായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശിവനുമായി പരമമായ ഐക്യം കൈവരിക്കുന്നതിനുള്ള അച്ചടക്കത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും സാധനയുടെയും പാത ദിവ്യമാതാവ് തന്നെ സ്വന്തമാക്കി. ശൈലപുത്രി ദേവി മൂലാധാര ചക്രത്തിൽ സുഷുമ്നയുടെ ആന്തരിക ഉണർവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ ഉണർവ് ഇടാപിംഗള നാഡികൾ സന്തുലിതാവസ്ഥയിലാക്കുകയും പ്രപഞ്ചശക്തി സുഷുമ്ന നാഡിയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു. തുറന്ന മനസ്സോടെ ദിവ്യമാതൃശക്തി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണമായി നിറയുമ്പോൾ ഭക്തിയോടെ തുറന്ന മനസ്സോടെ ഇരിക്കുക, സമർപ്പണത്തോടെ ഇരിക്കുക. ദിവ്യമാതൃശക്തി നിങ്ങളിലൂടെ ഒഴുകട്ടെ, മഹാശക്തിയാൽ നിറയ്ക്കുക. മംഗളം, നിത്യ ശുഭമംഗളം.